ഫ്രണ്ട്സ്, അപ്പോൾ KRS ഡാമിൻ്റെ അടുത്താണ് ഉള്ളത്. അവിടെ കാണുന്ന അതാണ് KRS ഡാം. പിന്നെ അതിൻ്റെ ഒരു ഭാഗങ്ങൾ നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ട് പറ്റും. ഈ സൈഡിലൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഇതൊരു വലിയ പുഴയാണ്. ഈ പുഴയുടെ പേര് എനിക്കറിയില്ല, ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ആ റോട്ടിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. വലിയൊരു പാലാണ്. വലിയ റോഡാണിത്. ഇവിടെ ഈ സൈഡിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. വലിയൊരു പുഴയോ തടാകമോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇവിടുന്ന് വരുമ്പം തന്നെ നമുക്ക് വൃന്ദാവൻ, വെൽക്കം ടു വൃന്ദാവൻ ഗാർഡൻ എഴുതി വെച്ചിട്ടുള്ള ഒരു വലിയൊരു ബോർഡ് കാണാൻ പറ്റും. ഇതിനകത്ത് കയറി കാണണമെന്നുണ്ട്. പക്ഷേ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗാണ്. ഈ ബാഗായിട്ട് ഞാൻ എങ്ങനെ ഇതിനകത്ത് കയറും, ബാഗ് പിന്നെ എവിടെ വയ്ക്കും, അങ്ങനത്തെ ഒക്കെ ഒരു ചോദ്യം മുന്നിലുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എന്താ സ്ഥിതിന്ന്. ഞാനപ്പോൾ KRS ഡാമിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബാഗ്, എൻ്റെ കയ്യിലുള്ള ബാഗായിട്ട് ഉള്ളിലോട്ട് പോകാമെന്ന് അറിയുമ്പോൾ അത് തൂക്കി നടക്കുമ്പോൾ ഒരു റിസ്ക് പരിപാടിയാണ്. അതപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനി ബാഗ് വണ്ടിയുടെ മുകളിൽ വെച്ച് കയറി പോകാനാണെങ്കിൽ അത് അത്ര ഒരു വിശ്വാസവും തോന്നില്ല. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബൈക്ക് പാർക്കിംഗ് ഇവിടെയാണ്. അപ്പോൾ ഞാനൊരു വിശ്വാസത്തിൻ്റെ മേലിൽ എൻ്റെ ബാഗ് ഞാൻ വഴിക്ക് തന്നെ വെച്ച് കെട്ടി വെച്ചിട്ട് പെട്ടെന്നകത്ത് പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. എത്രയാണ് ടിക്കറ്റ് ചാർജ് എന്നുള്ള അറിയില്ല. പോയി നോക്കട്ടെ. ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് കയറി ആ ഡാമിൻ്റെ റിസർവോയറിൻ്റെ വ്യൂ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഓടി വരാം. അതുപോലെ അവിടെ ഈ സൈഡിൽ ഐസ്ക്രീം, ഫുഡിൻ്റെ ഓരോ ഷോപ്പുകൾ, അങ്ങനത്തെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ വന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. കൗണ്ടർ ചെന്നപ്പോൾ ഒറ്റയ്ക്ക് ഒരാളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ KRS ഡാമിനകത്തേക്ക് എൻട്രി ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ റീസൺ ചോദിച്ചപ്പോൾ സേഫ്റ്റി റീസൺസാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് വീഡിയോ എടുക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങോട്ട് കയറേണ്ട കാര്യമില്ലാത്തതിനെ കൊണ്ട് ഞാൻ നേരെ പോന്നു, കയറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഗോവ റൂട്ടിൽ ട്രാവൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. ഉപ്പും മുളകും എല്ലാം കൂടി ആയിട്ടുള്ളൊരു പൗഡർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതും കൂടി ഇട്ടപ്പോൾ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ KRS ഡാമിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. ഇവിടുന്ന് ഗോവയ്ക്ക് ഞാൻ മാപ്പ് ഇട്ടു. ഏകദേശം 647 കിലോമീറ്ററാണ് കാണിക്കുന്നത് മാപ്പിൽ. അപ്പോൾ നമ്മളിപ്പോൾ 1 മണിയാണ് സമയം. ഇവിടുന്ന് ഇപ്പോൾ ഗോവ റൂട്ടിൽ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാണ്. നൈറ്റൊക്കെ ആവുന്ന സമയത്ത് എത്ര ദൂരം നമ്മൾ എത്തുന്നോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ നോക്കിയിട്ട് ഇന്നവിടെ അങ്ങനെ സ്റ്റേ ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഗോവയ്ക്ക് മാപ്പ് ഇട്ടിട്ട് ഗോവ റൂട്ടിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈസൂരിൽ നിന്ന് പോകുന്ന വഴിക്ക് ഇവിടെ അടുത്തൊരു വേണുഗോപാൽ സ്വാമി ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിൾ കാണാൻ വേണ്ടി ആ റൂട്ടിൽ കയറിയതാണ്. KRS ഡാമിൽ കയറാൻ പറ്റാതിരുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷമം ഇപ്പം മാറി. കാരണം എന്താ അറിയോ, കാണിച്ചു തരാം. ഇതോ അങ്ങോട്ട് നോക്കിയേ, ആ കാണുന്നത് KRS ഡാമിൻ്റെ റിസർവോയറാണ്. അതിനു മുന്നേ ഇവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടി കെട്ടിണ്ടാക്കിയിട്ടുള്ളൊരു ജലാശയമാണിത്. KRS ഡാമിൻ്റെ റിസർവോയർ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ദൂരെയായിട്ട് ഇവിടെ ഒരു ചേട്ടനുണ്ട്. നമുക്ക് ആ ചേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കാം അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞ് നമുക്ക് വേണുഗോപാൽ സ്വാമി ടെമ്പിളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ടെന്നുള്ളത്. അപ്പം പിന്നെ വേറൊരു ടെമ്പിളും അടിപൊളി ടെമ്പിളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഗോപാലസ്വാമി ടെമ്പിളാണ് ഈ കാണുന്നത്. ഈ ഗോപാലസ്വാമി ടെമ്പിൾ ഉള്ളത് KRS ഡാമിൻ്റെ റിസർവോയറിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ സൈഡിലൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ക്ലോസ്ഡ് ആയി കിടക്കുകയാണ്. ഇവിടെ ഒരു ഷോപ്പുണ്ട്. KRS ഡാമിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമുക്ക് വണ്ടി അവിടെ വെച്ചിട്ട് ടെമ്പിളിന് അവിടേക്കൊന്ന് പോയിട്ട് നോക്കാം.
ഇപ്പം നല്ല വെയിലാട്ടോ, രക്ഷയില്ലാത്ത വെയിൽ. ഇവിടുന്ന് കൊണ്ട് റിസർവോയറിൻ്റെ വ്യൂ, ഇവിടുന്നും നല്ല വ്യൂ ഉണ്ട് റിസർവോയറിൻ്റെ. അങ്ങോട്ട് കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അവിടെ ബൈക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലേ കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നു. വിശാലമായ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലും റിസർവോയർ തന്നെയാണ്. ആ കാണുന്നതാണ് ടെമ്പിള്. അപ്പോൾ നമ്മളെ ബൈക്ക് ഇവിടെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഞാൻ അത് നമുക്ക് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യണം. പക്ഷേ അപ്പോഴും ഈ ബാഗ് ഒരു പ്രശ്നമാണല്ലോ. ബാഗായിട്ട് ഉള്ളോട്ട് പോകാനും പറ്റില്ല, ബാഗ് പുറത്ത് വെച്ച് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ടെമ്പിള് മോർണിംഗിൽ 9:30 ഓപ്പൺ ചെയ്യും. പിന്നെ ക്ലോസ് ചെയ്തതിന് ശേഷം വൈകിട്ട് 6:30 ഓപ്പൺ ചെയ്യുന്നത്. അത് 9 മണിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്ക്, 9 മണിയല്ല 9:30 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കാണ് അത് പിന്നെ ക്ലോസ് ചെയ്യുന്നതെന്ന് എഴുതി വെച്ചിട്ടില്ല. അതുപോലെ വൈകിട്ട് 6:30 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് എഴുതി വെച്ചിട്ടില്ല. ഈ കാണുന്നതാണ് ടെമ്പിള്. ഇവിടെയൊക്കെ ടെമ്പിളിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ നല്ലൊരു റിസർവോയറിൻ്റെ വ്യൂ ഉണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നീളത്തിൽ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ വൈകിട്ടാണ് വരേണ്ടത്. ഞാൻ വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഉച്ച സമയമാണ്. അതും വെറും ഉച്ച എന്ന് പറഞ്ഞാൽ പോരാ, നട്ടുച്ച എന്ന് തന്നെ പറയണം. നട്ടുച്ചയ്ക്കാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ വൈകിട്ടാണ് വരുന്നതെങ്കിൽ നല്ല കാറ്റും തണുത്ത കാലാവസ്ഥയൊക്കെ ആയിട്ട് അടിപൊളി വൈബായിരിക്കും. ഏതായാലും കാഴ്ച കാണാൻ നട്ടുച്ച പകൽ രാവിലെ എന്നൊന്നും ഇല്ലല്ലോ, രാത്രി എന്നൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാ സമയത്തും കാണും, ആസ്വദിക്കും, എൻജോയ് ചെയ്യും. അതാണല്ലോ നമ്മൾ. ഇവിടെ കണ്ടോ കുറച്ച് എരണ്ടാന്ന് പറയും അതിനെ, മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ചപ്പൽസ് യൂസ് ചെയ്യാൻ പാടില്ല, ഇതിന് മുകളിൽ വെക്കലാണ് കേട്ടോ ചപ്പൽസ്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ യാത്ര തുടരാം. കാരണം ഇവിടെ ഇപ്പോൾ അമ്പലം ഓപ്പൺ അല്ലല്ലോ, അതുകൊണ്ട് പുറത്ത് ഉള്ള കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെയാണുള്ളത്. പിന്നെ ആ ഡാമിൻ്റെ ഏരിയയിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം. KRS ഡാമിൻ്റെ റിസർവോയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയ റിസർവോയർ കേട്ടോ. പിന്നെ ഇവിടെ എൻട്രി ടു വെഹിക്കിൾസ് ആർ പ്രൊഹിബിറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരുപാട് വെഹിക്കിൾസ് എൻട്രി ചെയ്തിട്ടുണ്ട്. എൻട്രി അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ വെഹിക്കിൾ അങ്ങോട്ട് എൻട്രി ചെയ്യുന്നില്ല. ഒരുപാട് വെഹിക്കിൾ അവിടെ ഉണ്ട്, ബൈക്കും കാറും ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്യുന്നില്ല. ഈ കാണുന്നത്, ഈ നിലത്ത് ഇങ്ങനെ പച്ച നിറത്തിൽ ഈ കാണുന്നത് മത്തൻ്റെ കൃഷിയാണ്. ഈ തെങ്ങാണ് പിന്നെ ഉള്ളത്. തെങ്ങും അതിൻ്റെ ഇടയിലൂടെ മത്തനാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കുറേ മത്തൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. മൈസൂരിൽ നിന്ന് ഗോവയ്ക്ക് മാപ്പ് ഇട്ടിട്ട് വരികയാണെങ്കിൽ ഈ റൂട്ടിൽ ഫുഡ് കിട്ടാൻ കുറച്ച് പണിയാണ്. പിന്നെ ഈ റൂട്ടിൽ നല്ല കൃഷി സ്ഥലങ്ങളും ഇതേമാതിരി പൂക്കളിലുള്ള പാടങ്ങളൊക്കെ കണ്ടുവരാൻ നല്ല രസമായിരിക്കും. പക്ഷേ എങ്കിൽ പെട്രോൾ പമ്പും ഇല്ല കേട്ടോ. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് അവിടുന്ന് വരിക, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ. ഞാൻ അവിടുന്ന് മൈസൂരിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കുറേ കിലോമീറ്ററുകളോളം വന്ന് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനൊരു സ്ഥലമോ പെട്രോൾ അടിക്കാനൊരു പെട്രോൾ പമ്പോ കണ്ടില്ല. ഫ്രണ്ട്സ്, നമ്മളപ്പം കിലോമീറ്ററുകളോളം ഇങ്ങോട്ട് വന്ന് ഫുള്ള് കൃഷി സ്ഥലങ്ങളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഹോട്ടലോ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് കണ്ടെത്തണം. വിശന്ന് തുടങ്ങി. ഡ്രൈ ആയിട്ടുള്ളൊരു ഏരിയ കണ്ടോ, കുറച്ച് തെങ്ങിൻ തോപ്പൊക്കെ കാണാനുണ്ട്. നമ്മളപ്പോൾ കുറേ ദൂരം ട്രാവൽ ചെയ്തു. ഞാനൊന്ന് വണ്ടി നിർത്തിയതാണ്. കാരണം നമ്മുടെ ബാഗ് കെട്ടി വെച്ചൊക്കെ ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കെട്ടി ടൈറ്റ് ചെയ്യണം. ഇതുപോലുള്ള ഏരിയ ആണ് ഇത്രയും നേരം ഞാൻ വണ്ടി ഓടിച്ച് വന്നത്. ഇതുപോലുള്ള കാലിയായിട്ടുള്ള സ്ഥലത്ത് കൂടെ പ്രത്യേകിച്ച് ഒരു നല്ല ഷോപ്പോ ഒരു പെട്രോൾ പമ്പോ പോലും ഇല്ല. ഇനി കുറച്ച് ദൂരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ പമ്പ് ഒരു ടൗൺ എത്തും തോന്നുന്നു. മാപ്പിൽ നോക്കിയപ്പോൾ അങ്ങനെ കണ്ട്. കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതിൽ ഈ ഒരു സാധനം എഗ്ഗിൻ്റെ ഒരു ഐറ്റമാണ്. അതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ കിട്ടിയ ഫുഡ് ഇതാണ് കേട്ടോ. നമ്മളപ്പം കൃഷ്ണരാജപേട്ട് KR പേട്ടിലെത്തിയിട്ടുണ്ട്.
അപ്പോഴാണ് തണ്ണിമത്തം കണ്ടത്. അപ്പോൾ 2 തണ്ണിമത്തം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. തണ്ണിമത്തം കൊള്ളാം കേട്ടോ. മസാലേൻ്റെ ഒരു പൗഡർ വിതറുണ്ട്, അപ്പം നല്ല ടേസ്റ്റാണ് അത്. തണ്ണിമത്തം ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുക കേട്ടോ. കൃഷ്ണരാജപേട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടിയും ആ റൂട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ കണ്ട ഒരു നെൽകൃഷി പാടമാണ്. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ പാടത്തുണ്ട്, എന്തെല്ലൊക്കെയോ ജോലികളിലാണ്. ഞാനിങ്ങോട്ട് വരുന്ന വഴിയിൽ ഈ റൂട്ടിൽ ഒരുപാട് കൃഷിസ്ഥലങ്ങളാണ് കണ്ടത്. അതായത് പൂക്കൾ കൃഷി, പച്ചക്കറി കൃഷി, അങ്ങനെ പലതരത്തിലുള്ള കൃഷി. നമ്മളെ ബാഗൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നേരത്തെ കെട്ട് അനങ്ങിയിട്ടില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. ഗോവയിലേക്ക് എത്താൻ ഇനിയും 500+ കിലോമീറ്റർ യാത്ര ചെയ്യണം. നമ്മൾ പല സ്ഥലങ്ങളിലും കയറി നിർത്തി ഒക്കെ വന്നതുകൊണ്ട് ലേറ്റ് ആയത്. നാളെ നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ 5 മണിയാവാനാണ് പോകുന്നത്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈടാവും. അപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കുന്നത് ബുദ്ധിമുട്ടാവും. നമ്മളിപ്പം കൃഷ്ണരാജപേട്ട് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്നതാണ് ഗോവ റൂട്ടിൽ. അപ്പോൾ ഇന്ന് എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടതെന്ന്, ഇനിയിപ്പോൾ അടുത്തത് എവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അങ്ങോട്ടുള്ള യാത്ര നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.